എല്ലായിടവും വിശുദ്ധവും കുലീനമൊക്കെ ആകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നിരക്കാത്ത കാര്യങ്ങളോട് നമ്മൾ പലപ്പോഴും ഒരു അത്ര പ്രതിരോധമോ അത്ര ശ്രദ്ധയോ ഒക്കെ ചെലുത്താറില്ല. എല്ലായിടവും വിശുദ്ധമാകുക എന്ന് പറയുന്ന ഒരു സങ്കല്പം വസ്തുവിൽ പുതിയ നിയമസങ്കല്പമാണ്. എല്ലായിടത്തും എല്ലാ ദേശവും എല്ലാ അടരുകളും ഇങ്ങനെ വിശുദ്ധമാവണമെന്നൊക്കെ ഉള്ളൊരു പുതിയ നിയമ ചിന്താധാരയുടെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് ഈ കീറിപ്പോയ തിരശ്ശീലയുടെ ഒരു നെറേറ്റീവ് നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചെടുക്കുന്നത്. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ GR ഇന്ദുഗോപൻ്റെ വളരെ കൗതുകമുള്ളൊരു നോവൽ വരുന്നുണ്ട്. ആനാമെന്നാണ് അതിൻ്റെ ശീർഷകം. ഒരു റിബല്യനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൊളിറ്റിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ധാരയാണ് ആ കൃതിയുടെ ആധാരം. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം ഒരു ചരിത്ര മുഹൂർത്തമാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ലിസ്ബണിലെ പോർച്ചുഗലിൻ്റെ രാജാവ് മാനുവൽ ഒന്നാമൻ ലിയോ 10 ഒരു ഉപഹാരം കൊടുക്കാൻ തീരുമാനിച്ചു. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ആനക്കുട്ടിയെ കണ്ടെത്തുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ ദേശത്തെ കങ്കാണികൾ കൃത്യമായ അത്തരമൊരു ആനയെ കണ്ടെത്തുന്നു. സ്വാഭാവികമായിട്ടൊരു പാപ്പാനുണ്ടാവണം. പാപ്പാന് ഈ എഴുത്താനിട്ടിരിക്കുന്ന പേര് ചീരന്നാണ്. വളരെ അങ്ങാണ്. ദീർഘമായ ശ്രമകരമായ യാത്രയാണ് ഈ ആനയും ആയിട്ടുള്ള ഈ യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയിൽ ഈ കേശവൻ എന്നാണ് ആനക്കുട്ടിയുടെ പേര്. ഈ ചീരൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ധാർമ്മികതയുടെ പശ്ചാത്തലമില്ല. കപ്പലിലിങ്ങനെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനായിട്ട് ആൺകുട്ടികളുണ്ട്. പൗഡർ ബോയ്സ് എന്നാണ് പറയുന്നത്. ഇതിനകത്തെ ക്രമം തെറ്റിയ മനുഷ്യർ ചില ശാരീരിക ആഭിമുഖ്യങ്ങൾക്ക് ഈ കുട്ടികൾ നിശ്ചയമായിട്ട് ഇരയാവുന്നുണ്ട്. രാത്രിയിൽ അതിനെക്കുറിച്ച് ധാരണ കിട്ടിയ ചീരൻ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ തൊണ്ടയിൽ തൻ്റെ തോട്ടിയിടുക. എന്നിട്ട് പറഞ്ഞു, ഇത് ഞാൻ അനുവദിക്കില്ല. സ്വാഭാവികമായിട്ട് അയാളെ ഭയന്ന് പിൻവാങ്ങുന്നു. എന്നാൽ അത് വലിയ പ്രശ്നമാകുന്നുണ്ട്. തങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ ഇടപെടാനായിട്ട് ഇയാൾക്ക്, ഈ ചെറിയ പയ്യൻ എന്താണ് അർഹതയെന്നുള്ള ചോദ്യമൊക്കെ വരുമ്പോൾ കപ്പിത്താന് അതിനെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യത ഇയാൾക്ക് വരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയുന്ന ഉത്തരം സ്വാഭാവികമായിട്ടും ഇത് എഴുത്തുകാരൻ്റെ ഭാവന തന്നെ ആയിരിക്കാം. പക്ഷെ നമുക്കതൊരു മെഡിറ്റേഷൻ്റെയൊക്കെ ഒരു സ്പ്രിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അയാളിങ്ങനെയാണ് പറയുന്നത്, ഈ ആന വിശുദ്ധമാണ്, അല്ലെങ്കിൽ വിശുദ്ധമായ ആന, അല്ലെങ്കിൽ വിശുദ്ധനായ ആന. അതൊരു വിശുദ്ധനായ മനുഷ്യന് സമർപ്പിക്കാൻ വേണ്ടി, ഉപഹാരമായിട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന കപ്പലായത്. അതുകൊണ്ട് ഈ കപ്പലും ശുദ്ധമായിരിക്കണം, ഈ ആനപാത്രവും ശുദ്ധമായിരിക്കണം. അത്യാവശ്യം എല്ലാ മേഖലയ്ക്കും വെളിച്ചം വീശുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അത്. എല്ലായിടവും വിശുദ്ധവും കുലീനമൊക്കെ ആകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നിരക്കാത്ത കാര്യങ്ങളോട് നമ്മൾ പലപ്പോഴും ഒരു അത്ര പ്രതിരോധമോ അത്ര ശ്രദ്ധയോ ഒക്കെ ചെലുത്താറില്ല. എല്ലായിടവും വിശുദ്ധമാകുക എന്ന് പറയുന്ന ഒരു സങ്കല്പം വസ്തുവിൽ പുതിയ നിയമസങ്കല്പമാണ്. നമ്മൾ യേശു മരിച്ചപ്പോൾ ഇങ്ങനെ തിരശ്ശീല കീറിപ്പോയതായിട്ടൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ല. ദേവാലയത്തിലെ തിരശ്ശീല മുകളിലും താഴോട്ട് കീറിപ്പോയതായിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നു. കാരണം അതിന് മുമ്പ് വരെ ഇങ്ങനെ ഈ തിരശ്ശീലയ്ക്ക് അപ്പുറമായിട്ടായിരുന്നു പവിത്രമായി കരുതിയിരുന്ന എല്ലാ കാര്യങ്ങളുടെയും ആധാരം. അവിടെയായിരുന്നു ദൈവസാന്നിധ്യത്തിനൊക്കെ ഉള്ള സങ്കല്പം. ഈ തിരശ്ശീല കീറുന്ന വഴിയായിട്ട് ഇന്നലെ വരെ ഒരു പ്രത്യേക ഇടത്തിലേക്ക് ചുരുങ്ങിപ്പോയ ഒരു പവിത്രബോധം ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങ് വ്യാപിക്കുക. എല്ലായിടത്തും എല്ലാ ദേശവും എല്ലാ അടരുകളും ഇങ്ങനെ വിശുദ്ധമാവണമെന്നൊക്കെ ഉള്ളൊരു പുതിയ നിയമ ചിന്താധാരയുടെ ഒരു മാനിഫെസ്റ്റേഷനായിട്ടാണ് ഈ കീറിപ്പോയ തിരശ്ശീലയുടെ ഒരു നെറേറ്റീവ് നമ്മൾ വേദപുസ്തകത്തിൽ വായിച്ചെടുക്കുന്നത്. പത്രോസ് പ്രസംഗം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആകാശം അവൻ്റെ സിംഹാസനം,
ഭൂമി അവൻ്റെ പാദപീഠം. സ്വാഭാവികമായിട്ട് ഈശ്വരൻ്റെ പാദപീഠമായ ഭൂമി നിർമ്മലവും കുലീനവുമായ ഇടമായിട്ട് അതിനെ നിലനിർത്തേണ്ട ബാധ്യത എല്ലാ പ്രകാശമുള്ള മനുഷ്യർക്കുമുണ്ട്. എന്നിട്ടും പലയിടങ്ങളിലേക്കും ഈ അവിശുദ്ധി ആ ഏദനിലെ ഉരകത്തെ പോലെ നുഴഞ്ഞു കയറുമ്പോൾ നമ്മളതിനോട് കാണിക്കുന്ന ഒരു സഹിഷ്ണുത അത്ര നീതീകരിക്കപ്പെടേണ്ടതുണ്ടോ? എല്ലായിടവും വിശുദ്ധമായിട്ട് ആചരിക്കുക എന്നുള്ളൊരു സങ്കല്പം എത്ര മനുഷ്യാശയം മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു വിചാരമാണ്. ഇപ്പോൾ ഒരു ലൈബ്രറിയുടെ ഒരു പശ്ചാത്തലമുണ്ട് നമ്മൾ ഈ ഇരിക്കുന്നിടത്തിന്. ഈ ഒരു ലൈബ്രറിയെ ശുദ്ധമായിട്ട് സൂക്ഷിക്കേണ്ട ബാധ്യതയില്ലേ? മനുഷ്യഭാവനയെ മുമ്പോട്ട് കൊണ്ടുപോകാനും മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്താനും ഉതകുന്നതല്ലാത്ത ഗ്രന്ഥങ്ങൾ ഈ വലിയ ഷെൽഫുകളിൽ ഇടം കണ്ടെത്തി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? ലൈബ്രറി എന്ന നിലയിൽ അവിടെ എന്തൊക്കെ പുസ്തകങ്ങൾ കൈമാറ്റം ചെയ്യേണ്ടതിനെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു വീണ്ടും വിചാരം ആവശ്യമില്ലേ? ഇങ്ങനെ പ്ലേഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കമ്മി പറഞ്ഞവസാനിപ്പിക്കുന്ന കണക്ക് പ്ലേഗ് നിയന്ത്രണമായി. പക്ഷെ അതിൻ്റെ വിത്തുകൾ, അതിൻ്റെ അണുക്കൾ പലയിടങ്ങളിലായിട്ടും ഉണ്ടായിരുന്നു. എന്നിട്ട് അയാൾ കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് ഈ പുസ്തക ഷെൽഫാണ്. അപ്പോൾ വിദ്വേഷത്തിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ ഈ കൂട്ടത്തിലേക്കുണ്ടോ? മനുഷ്യനെ കാണാനായിട്ട് മമതയോടും സമതയോടും കാണാനായിട്ട് പറ്റാത്ത വിധത്തിലുള്ള വിചാരധാരയുള്ള പുസ്തകങ്ങളുണ്ടോയെന്നൊക്കെ ഉള്ളൊരു കാര്യം സെറ്റിൽ ചെയ്യേണ്ടതില്ല. നമ്മൾ പണ്ട് ചീത്ത പുസ്തകം എന്ന് പറയും. അസല് ശരിക്കുമുള്ള ചീത്ത പുസ്തകം ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള ചില ക്രമം തെറ്റിയ ഭാവനകളുടെ പുസ്തകമാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും ചെറിയ പ്രായത്തിൽ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ എത്രയോ ചീത്ത പുസ്തകങ്ങളാണ് ഈ വിദ്വേഷം വിൽക്കുന്ന ചീത്ത പുസ്തകം. ഹിറ്റ്ലറുടെ ആത്മകഥയൊക്കെ ഇങ്ങനെ പല ഭാഷകളിലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ അത് വായിക്കപ്പെടേണ്ട എന്താണ് അതിനകത്തുള്ളത്? ചുരുക്കത്തിലൊരു പുസ്തക ഷെൽഫിന് മുമ്പിൽ നിന്ന് പോലും ഈ ഒരു വാക്കിൻ്റെ പ്രതിധ്വനികൾ മുഴക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇതൊരു വിശുദ്ധമായ ഒരു ഷെൽഫാണ്. ഇത് വായിക്കാനായിട്ട് വരുന്നത് വിശുദ്ധരായ മനുഷ്യരാണ്. അവർക്ക് നിരക്കാത്ത പുസ്തകങ്ങൾ ഇതിനകത്തുണ്ടോ ഇല്ല എന്ന് നിശ്ചയിക്കേണ്ട ഒരു ബാധ്യത ആ ഒരു ലൈബ്രറി സമ്പ്രദായത്തിലുണ്ടാകും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ എല്ലാ മേഖലയ്ക്കകത്തും ഒരു ശുദ്ധീകരണം ആവശ്യമില്ലേ? ജൂണൊക്കെയാണ് വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് മനുഷ്യ സംസ്കാരത്തിന് ഏറ്റവും അടിസ്ഥാനമെന്ന് കരുതാവുന്ന ഒരു ബോധത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ നാന്ദിയാണ്. എന്നിട്ടും പലപ്പോഴും നമ്മളവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ്. വലിയ വ്യാപാരത്തിൻ്റെയും വലിയ കച്ചവടത്തിൻ്റെയും തങ്ങൾക്ക് നിരക്കുന്ന രീതിയിലുള്ള ബോധന സമ്പ്രദായങ്ങളുടെയും ഒക്കെ ഇടമായിട്ട് ആ ഇടം മാറുമ്പോൾ അവിടെയും വാസ്തവത്തിൽ മുഴക്കാവുന്നൊരു വാക്കാണ് ഇതാ. ചുരുക്കത്തിൽ ഇത്തരം വിചാരങ്ങളൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആ ദേവാലയ ശുദ്ധീകരണത്തിന് വേണ്ടി വരുന്ന യേശുവിൻ്റെ അടുക്കലേക്കാണ്. 4 സുവിശേഷങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നൊരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം ഇതാണ്. യോഹന്നാൻ ഇത് ആദ്യം തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ബാക്കി മാത്യുവിലും മാർക്കിലും ലൂക്കിലുമൊക്കെ യേശുവിൻ്റെ പീഡാനുഭവത്തിന് തൊട്ട് മുമ്പായിട്ട് അതിനൊരു ട്രിഗർ ഫാക്ടർ എന്ന നിലയിലാണ് ഈ ദേവാലയ ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുക. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് യോഹന്നാൻ പ്ലേസ് ചെയ്യുന്നത് ആദ്യം തന്നെ. 1-2 കാരണം കൊണ്ട് അതിനകത്ത്. ഒന്നിങ്ങനെ മറ്റ് സുവിശേഷകർ യേശു ഗലീലയിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചും അവൻ്റെ കുലീനമായ ശുശ്രൂഷകളെക്കുറിച്ചുമൊക്കെയാണ് രേഖപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നത്. ജോൺ ഫോക്കസ് ചെയ്യുന്ന ജെറുസലേമിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ജെറുസലേം ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം തൊട്ട് അയാളത് ആരംഭിക്കുന്നതിനകത്ത് കുഴപ്പമില്ലെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒരു കുഞ്ഞു ബോധത്തിൽ എനിക്ക് തോന്നുന്നത് യേശു എന്തായിരിക്കും ചെയ്യാൻ പോകുന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് ഇതിനെടുത്തതെന്നല്ല. നമുക്കങ്ങനൊരു ധാരണ ഉണ്ടല്ലോ, ഒരു കാര്യത്തെക്കുറിച്ച് സജസ്റ്റീവ് ആവുക എന്നുള്ളത്. അവിടുന്ന് മനുഷ്യരാശിയുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇങ്ങനെ പല മേഖലകളെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. പലതിലേക്കും നുഴഞ്ഞു കയറാവുന്ന നല്ലതല്ലാത്ത കാര്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. ആ അർത്ഥത്തിൽ ആ ഒരു യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണത്തിൻ്റെ കഥയൊക്കെ ഒന്ന് വായിച്ചെടുത്തത് നല്ലതാണ്. അതിനിങ്ങനെ ദേവാലയത്തിൽ ചെല്ലുന്നു, ഇങ്ങനെ വാണിഭക്കാരുടെ മേശകളെ തകിടം മറിക്കുന്നു. പലതരം വാണിഭക്കാരുണ്ട്. അതിലൊരു കൂട്ടരെന്ന് പറയുന്നത് നാണയ കൈമാറ്റക്കാരാണ്. ഈ പെരുന്നാൾ ദിവസങ്ങളിൽ
എല്ലായിടത്തുമുള്ള മനുഷ്യർ വരും. അവരുടെ എല്ലാ നാണയങ്ങൾക്കും ദേവാലയത്തിന് പുറത്ത് ഈ വിക്രയം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ദേവാലയത്തിൽ അവർ നിശ്ചയമായിട്ടും അവരുടെ തന്നെ ട്രഡീഷണലായിട്ടുള്ള യഹൂദരുടെ നാണയമെന്ന് കരുതപ്പെടുന്ന വിളിക്കുന്ന ഷെക്കൽ എന്ന് പറഞ്ഞൊരു നാണയം ഇടണം. അപ്പം അതിനുവേണ്ടിയാണ് ഈ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നിയാൽ പോലും അതിനകത്തുനിന്ന് കൃത്യമായൊരു ഒരു കൈമാറ്റത്തിൻ്റെ ഒരു എക്സ്ചേഞ്ച് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു റേറ്റ് എന്ന നിലയിൽ ഒരു കാര്യം ഇവർ നന്നായിട്ട് അതിനകത്ത് എടുക്കുന്നുണ്ട്. അരശക്കൽ നാണയമാണ് 19 വയസ്സ് കഴിഞ്ഞ മുതിർന്ന ഒരു യഹൂദൻ അതിനകത്ത് നിക്ഷേപിക്കുന്നത്. ടെമ്പിൾ ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ദേവാലയവുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അതിനെ നിലനിർത്താൻ വേണ്ടി കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷനായിട്ട് ഇതിനെ കാണുന്നത്. ഈ അരശക്കൽ എന്ന് പറയുന്നത് 2 ദിവസത്തെ ഒരാളുടെ അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കൂലിയുമൊക്കെ ആയിട്ട് നോക്കുമ്പോൾ ഒരാളുടെ 2 ദിവസത്തെ കൂലിയാണ്. അതിനകത്തുനിന്ന് ഇവരെടുക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 4/1 പറയുക. ഇത് കുറച്ചല്ല വളരെ ഭീമമായ ഒരു തുകയായിട്ട് വേണമെങ്കിൽ കരുതാവുന്നൊരു കാര്യമില്ല. എല്ലാ കാലത്തും അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ബലിക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൃഗങ്ങളുണ്ട്. ദരിദ്രരായ മനുഷ്യർക്ക് വേണ്ടി പ്രാവുകളും, കുറച്ചുകൂടി ഭേദപ്പെട്ട ജീവിതമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതിക സാഹചര്യമുള്ളവർക്ക് വേണ്ടി ഈ പറയുന്ന ആട്ടിൻപറ്റമൊക്കെ ഉണ്ട്. അതും വലിയൊരു കളിയുടെ ഭാഗമായിട്ടെന്നാണ് പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാവുന്നതാണ് ഈ പറഞ്ഞ ആടും ഈ പറഞ്ഞ ഈ പ്രാവുമൊക്കെ. പക്ഷെ അതിന് അകത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അനുവാദം കിട്ടുന്നില്ല. ഈ കൊണ്ടുവന്നിരിക്കുന്ന ബലിമൃഗങ്ങൾക്കകത്ത് അല്ലെങ്കിൽ ബലിവസ്തുക്കൾക്കകത്ത് എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്നറിയാൻ വേണ്ടി, ഒരു അപൂർണത ഉണ്ടെന്നറിയാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി ഒരു സംഘം പുരോഹിതന്മാരുണ്ട്. അവർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഈ ജീവജാലങ്ങളിൽ എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്തും. ഒന്നെങ്കിലും ഒരു ആടിന് ഒരു മുടന്തുണ്ടെന്ന് പറയുകയോ അല്ലെങ്കിൽ പ്രാവിൻ്റെ ഒരു തൂവൽ കൊഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് നിശ്ചയമായിട്ടും ഇത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പരിശോധന നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതിനുവേണ്ടി കരുതി വച്ചിരിക്കുന്ന ടെമ്പിളിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ വിൽക്കപ്പെടുന്ന ഇവയെ വാങ്ങിയെടുക്കുക എന്നുള്ള എല്ലാ അർത്ഥത്തിലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഏത് കാലത്തിലും ഒരു കമ്പോളത്തിൽ നടക്കാവുന്ന ആ ചൂഷണവും അതിൻ്റെ പരിസരവുമൊക്കെ ഈ ദേവാലയത്തിന് പുറത്ത് സൃഷ്ടിക്കപ്പെടുകയാണ്. അവിടെ ഇങ്ങനെ യേശു വളരെ ക്ഷുഭിതനായിട്ട് ഇടപെടുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പലപ്പോഴും അത്തരം ക്ഷോഭങ്ങളെ നമുക്കിപ്പോൾ പോലും അതിൻ്റെ യഥാർത്ഥ അറിവിലെടുക്കാനായിട്ട് പറ്റുന്നില്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ അണ്ടർഡോഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എപ്പോഴും മതിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. യാതൊരു വിധത്തിലും പ്രതിരോധവുമില്ലാതെ, ഒന്നിനെയും തട്ടിമാറ്റാതെ, ഒന്നിനെയും എതിർക്കാതെ ഒക്കെ മനുഷ്യർ കടന്നു പോകണം എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യേശു ഒരിക്കലും അത്തരം ഒരു സങ്കല്പം നമ്മളിലേക്ക് വെച്ച് നീട്ടുന്നില്ല. പ്രതിരോധിക്കേണ്ടവയും ചെറുക്കേണ്ടവയും ഒക്കെ പ്രതിരോധിച്ചും ചെറുത്തും ഒക്കെ തന്നെ ആയിട്ടാണ് അവിടുന്ന് നിശ്ചയമായിട്ടും തൻ്റെ ഈ വിധിയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ ഈ കുരിശുമരണമൊക്കെ 10-30 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടിയുള്ളതല്ല. അപ്പോൾ ഒരു പ്രതിരോധത്തിൻ്റെ വഴിയുണ്ട്. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾക്ക് എതിരെ സംസാരിക്കേണ്ട ബാധ്യതയുണ്ട്. ദാന്തെയൊക്കെ പറയുന്ന കണക്ക് നരകത്തിൽ പല തട്ടുകളുണ്ട്. അതിലേറ്റവും കഠിനമായ നരകമെന്ന് പറയുന്നത് ജീവിച്ചിരുന്നപ്പോൾ ഭൂമിയിൽ ഒരു നിലപാടുമില്ലാതെ മരിച്ചുപോയ മനുഷ്യ. പണ്ടൊക്കെ അത് വായിക്കുമ്പോൾ നമുക്കതൊരു കൗതുകമുള്ള വായനയായിട്ടേ അനുഭവപ്പെട്ടുള്ളൂ. പക്ഷേ ഒരു മധ്യവയസ്സിലിരുന്ന് വായിക്കുമ്പോഴേക്കും നമുക്ക് നടുക്കം വരുന്നു. നിശ്ചയമായിട്ടും ഞാനും എൻ്റെ പ്രായത്തിലുള്ളവരും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുമൊക്കെ പെട്ടുപോകാൻ പോകുന്ന ആ കഠിനമായ നരകമെന്ന് പറയുന്നത് ഈ നിലപാടില്ലാത്തവർക്ക് വേണ്ടി കരുതി വെക്കുന്നൊരു നരകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വരാവുന്നൊരു സംശയം ഇത്രയേ ഉള്ളൂ: നമ്മുടെ ചെറിയ പ്രതിരോധങ്ങൾ കൊണ്ട് എന്താ പ്രയോജനം? കാരണം നമുക്ക് എന്താണ് ശത്രുവെന്നും ആരാണ് ശത്രുവെന്നും ഒക്കെ മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകത്തിൽ ഈ പറഞ്ഞ ചൂഷണത്തിൻ്റെയും തിന്മയുടെയും ഒക്കെ വേരുകൾ വളരെ ശക്തമാണ്. പണ്ട് നമുക്ക് നിശ്ചയമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്നു ഇന്നതിനാണ് പ്രതിരോധിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് പിടുത്തം കിട്ടുന്നില്ല എന്തിനാണ് പ്രതിരോധിക്കേണ്ടതെന്ന്, എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടതെന്ന് നമുക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം അത്രയും സങ്കീർണമായിട്ടുള്ള ഒരു തിന്മയുടെ വ്യാപനത്തിനിടയിൽ നമ്മളുടെ നിശബ്ദതകൾ കുറച്ച്
ഗൗരവമായിട്ട് എടുക്കേണ്ട വിഷയമാണ്. അത് നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ഈ ചെറിയ ചില പ്രതിരോധങ്ങളോട് എന്താണ് വ്യത്യാസം എന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്തിടെ എനിക്ക് ലഭിച്ച നല്ലൊരു കഥകളിലൊന്ന് ഇതാണ്. ഒരു എലിയെ പിടിക്കാനായിട്ടൊരു പുലി വരിക. സ്വാഭാവികമായിട്ട് അതതിനെ പിടിക്കും, അല്ലാതെ എന്താ വേറെ വഴി. പക്ഷേ എലി ഈ പുലിയോട് പറയുന്നത് എനിക്കൊരു 2 മണിക്കൂർ സമയം തരാനാണ്. എന്നിട്ട് ഈ 2 മണിക്കൂർ സമയത്തിനിടയിൽ ഈ എലി ഇങ്ങനെ ഒരു കിടങ്ങ് തീർക്കുകയാണ്. 2 മണിക്കൂർ കഴിയുന്നു. പുലി പറഞ്ഞു, ഞാൻ എൻ്റെ കർമ്മത്തിലോട്ട് പ്രവേശിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. അപ്പോൾ പുലി വളരെ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്, 2 മണിക്കൂറല്ല 20 ദിവസം തന്നാൽ പോലും നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് പരമാവധി എന്താ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എലി പറഞ്ഞു, എനിക്കും അതറിയാം. പക്ഷേ നാളെ ഇതുവഴി പോകുന്ന ഒരാൾ നീ എന്നെ പിടിച്ച ഇടം കണ്ടിട്ട് ഇങ്ങനെ പറയണം, അത് നന്നായിട്ട് പോരാടിയിട്ട് തന്നെയാണ് കീഴടങ്ങിയത്. അപ്പോൾ ചിലപ്പോഴെങ്കിലും അത്ര ഫലവത്തായിട്ട് അനുഭവപ്പെട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അത്ര വിജയത്തിലെത്തിയില്ലെങ്കിലും വളരെ കൃത്യമായി ചില നീതിനിഷേധങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പ്രതിരോധിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ട ബാധ്യതയില്ലേ? അതിലേക്കുള്ള ഒരു ഊർജ്ജം കണക്ക് നമ്മുടെ പശ്ചാത്തലത്തിൽ അവിടെ നിൽപ്പുണ്ട്. ചാട്ടവാറുമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ യേശുവിനെക്കുറിച്ച് സെൻറ്റ് ജെറോമൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, ആ ചാട്ടവാറിൻ്റെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല. അവൻ്റെ മിഴിയിലായിരുന്നു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പരിഭ്രമിച്ചു പോയത്. ആ മിഴിയിൽ നിന്ന് വന്ന രോഷം. എല്ലാ മേഖലയ്ക്കും കുറേ കൂടി വിശുദ്ധി ഉണ്ടാവട്ടെ. വിശുദ്ധരായ മനുഷ്യരും വിശുദ്ധമായ ഇടങ്ങളുമൊക്കെ സങ്കല്പിക്കുന്ന ഒരു ഭൂമിയിൽ അവിശുദ്ധമായതിനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു കഥയിലെ ചീറിന കണക്ക് ഒരു ചെറുതോട്ടിയെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഈ രാത്രിയിലെ പ്രാർത്ഥന. ഇതിനു വേണ്ടിയായിരുന്നു ആ ദേവാലയത്തിൻ്റെ ആ ശുദ്ധീകരണത്തിൽ ഏർപ്പെട്ടതെന്നുള്ളത് ഒരു പൊതുവേ ഒരു 4 കാര്യങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിച്ച് അവസാനിപ്പിക്കുകയാണ്. ഒന്നൊരു റെവറൻസിന് തിരിച്ചു പിടിക്കാനുള്ള ഈ ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടാണ്. കുടുംബ ബന്ധങ്ങളിൽ പോലും ഇപ്പോൾ നമ്മൾ പരാതിപ്പെടുന്ന അതിനെക്കുറിച്ചാണ്. എനിക്കൊരു മനുഷ്യൻ എന്ന നിലയിൽ റെസ്പെക്റ്റ് കിട്ടുന്നില്ല. വിശേഷം ദാമ്പത്യത്തിലൊക്കെ നമുക്കത് നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടമാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്തൊരു വല്ലാത്തൊരു തലവരെയാണിത്. 2 ഈ നിശ്ചിതയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ദേവാലയമാവട്ടെ, ദേവാലയങ്ങൾക്ക് നമ്മൾ പവിത്രമായിട്ട് കരുതുന്ന എന്തും, അത് ഭവനാന്തരീക്ഷമാവട്ടെ, വിദ്യാലയമാവട്ടെ, ആതുരാലയമാവട്ടെ, എല്ലാം അവിടുത്തെ ആലയങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നത്. അവിടെയൊക്കെ ഒരു നിശബ്ദതയ്ക്ക് കുറച്ചുകൂടി ഇടം കിട്ടേണ്ട ബാധ്യതയുണ്ട്. പലപ്പോഴും ആ ദേവാലയ പരിസരത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ദേവാലയത്തിനുള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ പോലും നിശബ്ദത അത്രയും കേറ്റർ ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല. കുറച്ചുകൂടി നിശബ്ദത നമ്മുടെ ദേവാലയങ്ങൾ അർഹിക്കുന്നുണ്ട്. സോളമൻ രാജാവ് ദേവാലയം പണിതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇങ്ങനെ നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നത് കൊണ്ട് ദേവാലയം പണിതുയർത്തുമ്പോൾ ഉളിയുടെയോ മറ്റ് പണിയായുധങ്ങളുടെ സ്വരം പോലും കേട്ടിട്ടില്ല. പള്ളിക്കകത്ത് നിശബ്ദയാണെന്നല്ല ഈ പറഞ്ഞു വരുന്നത്. പള്ളി പണിയുമ്പോൾ പോലും നിശബ്ദത ഉണ്ടായിരുന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഈ പറയുന്ന മൃഗബലിയുടെയൊക്കെ ഒരു കൃത്യമായ നിഷേധമാണ്. അതതിൻ്റെ അൾട്ടിമേറ്റായിട്ട് വരുന്നത് പെസഹായിലാണ്. അതിന് തുല്യമായിട്ട് ദേവാലയത്തിൽ ഇങ്ങനെ മൃഗബലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നിങ്ങനെ ഒരപ്പത്തുണ്ടും ഒരു പാത്രം വീഞ്ഞും ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ദൈവത്തിന് ബലിയായിട്ട് അർപ്പിക്കണമെങ്കിൽ, ദൈവത്തിന് ബലി എന്നർത്ഥമല്ല, നമുക്കൊരു ജസ്റ്ററായിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ ഓഫ് എന്ത് ചെയ്യുന്നുണ്ട്, ആരാധനയായിട്ടൊക്കെ എന്തെങ്കിലും ഒരു സിംബോളിസം വേണമെങ്കിൽ അതിന് എത്രയോ നല്ലൊരു കാര്യമാണ് ഈ അധ്വാനത്തിൽ നിന്നുണ്ടായ ഒരപ്പവും ഒരു ചെറിയ പാത്രത്തിൽ വീഞ്ഞുമൊക്കെ. അതോടുകൂടി ഈ രക്തം ചൊരിയുന്ന ബലികളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഇങ്ങനെ പൂർണ്ണമായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ യോഹന്നാൻ അതിനെ ആദ്യം തന്നെ ആ അധ്യായം കൊണ്ടുവരുന്ന വഴിയായിട്ട്, ആദ്യം തന്നെ ആ ക്ലെൻസിങ് തൊട്ട് ഈ ദേവാലയ ശുദ്ധീകരണം കൊണ്ടുവരുന്ന വഴിയായിട്ട് ഇതുകൂടി ഒരു സൂചനയായിട്ട് വരുന്നുണ്ട്. അത് പൂർണ്ണമായിട്ട് ആ പെസഹ വരുന്നതോടുകൂടി, അതിൻ്റെ ഒടുവിലത്തെ അത്താഴത്തോടു കൂടി അതങ്ങ് കൃത്യമായിട്ട് ഈ സ്പിരിച്വാലിറ്റി ചരിത്രത്തിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു മാറ്റുകയാണ്. പിന്നെ ഈ മുഴുവൻ കച്ചവടം നടക്കുന്നത് ഇതര മതത്തിലുള്ളവർക്ക് വേണ്ടി വന്ന് ആരാധിക്കാനുള്ള ഇടത്തിലാണ്. അവർക്ക് അവിടം വരെ വരാനായിട്ട് അവകാശമുണ്ടായിരുന്നു. ആ രീതിയിലാണ്. അവിടെയാണ്
ഈ മുഴുവൻ വ്യാപാരവും നടത്തി അവരുടെ ഒരു ഏകാഗ്രതയും അവർക്ക് കൊടുക്കേണ്ട ഒരു ആദരവും ഒക്കെ ഇല്ലാതെയാക്കിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് മാർക്ക് പറയുന്നത്, ഈ ഒരു മുഴുവൻ സംഭവം വിവരിക്കുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് മാർക്ക് രേഖപ്പെടുത്തുന്നത്: എൻ്റെ പിതാവിൻ്റെ ഭവനം സകല ജനതകൾക്കുമുള്ള ആലയമായിട്ട് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ലേ? അപ്പോൾ വലിയ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുള്ള, വലിയ റെസ്പെക്റ്റ് കൊടുക്കുന്ന, വലിയ നിശബ്ദത കൊടുക്കുന്ന, ഒരു തരത്തിലും അഗ്രസീവ് അല്ലാത്ത ഒരു ആരാധനയായിട്ട് പള്ളി നടക്കുന്ന കാര്യങ്ങളും പള്ളിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളുമൊക്കെ രൂപപ്പെടും. അപ്പോൾ ലോകം കുറേ കൂടി ഭംഗിയുള്ളതും പവിത്രവുമായി മാറും. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.